സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. റേറ്റ് എന്താണ്, റിയാക്ഷന്റെ സ്പീഡാണ്. ആ റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്, റിയാക്റ്റന്റിന്റെ ടേംസിലും പ്രൊഡക്റ്റിന്റെ ടേംസിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ആ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന്റെ ഒരു ന്യൂമറിക്കൽ വരെ ചെയ്താണ് നമ്മൾ നിർത്തിയത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റേറ്റിനെ കുറെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. കുറെ ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ഈ റേറ്റിന് വ്യത്യാസം വരും. ആ ഫാക്ടേഴ്സ് എന്താണ്? അപ്പം ഓരോ ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സൂം ചെയ്ത് പഠിക്കാന്ന് പറയും അല്ലേ. നമുക്ക് അതെന്താന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് factors influencing rate of reaction, ഇതാണ് ഹെഡിങ്. ഒന്നാമത്തേത് effect of concentration effect of concentration on reaction rate, reaction rate. റിയാക്ഷൻ റേറ്റിനെ കോൺസെൻട്രേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് കോൺസെൻട്രേഷൻ കൂടുവാണെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അക്വ സൊല്യൂഷന്റെ കേസിൽ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എഴുതിക്കുക ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒന്നാമത്തേത് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റിയാക്ഷൻ റേറ്റ്. അപ്പം ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതേണ്ടത് ഇതാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ increases with increase in concentration of reactants in liquid or aqueous medium. ഇനി അതിനകത്ത് തന്നെ വരേണ്ടത് in case of gas pressure increases, rate also increases. അക്വ സൊല്യൂഷന്റെ കേസിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നു. ഗേഷ്യസ് റിയാക്ടന്റിന്റെ കേസിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ജനറൽ കൺസെപ്റ്റ് ആണ് പറയുന്നത്, എക്സെപ്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പം റേറ്റ് ഓൾസോ ഇൻക്രീസ്. ഇതൊന്നും വലിയായിട്ട് പഠിക്കാനില്ല, ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. രണ്ടാമത്തേത് ടെമ്പറേച്ചർ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും എന്ത് സംഭവിക്കും, റിയാക്ഷൻ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ജനറലി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എക്സോതെർമിക് എൻഡോതെർമിക് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നേരെ ചില കേസിൽ നേരെ ഇപ്പം എക്സോതെർമിക്കിന്റെ കേസിൽ ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നാലാണ് റിയാക്ഷൻ റേറ്റ് കൂടുന്നുണ്ടാകുക. അപ്പൊ അങ്ങനെ ഉണ്ട്. നമ്മൾ ജനറലി പറയുന്നത് ജനറലി റേറ്റ് ഓഫ് റിയാക്ഷൻ increases with the rate of reaction increases with the increase in temperature. മൂന്നാമത്തേത് നേച്ചർ ഓഫ് റിയാക്ടന്റ്. ഒരു അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ടന്റുകളുടെ നേച്ചർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഓരോ മോളിക്യൂൾസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ടിനെ പൊട്ടിക്കാൻ ഓരോ എനർജി ആയിരിക്കും വേണ്ടത്. ഇപ്പം എല്ലാ റിയാക്ടന്റ് മോളിക്യൂളിന്റെ ഇടയിലും ബോണ്ടിങ് ഉണ്ടാവും. എന്നാൽ ആ എല്ലാ ബോണ്ടിങ്ങിനെയും പൊട്ടിക്കാനും അല്ലെങ്കിൽ പുതിയത് ഫോം ചെയ്യിക്കാനും ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി ഒക്കെ സെയിം ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ആൾക്കാരുടെ നേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി ഒക്കെ മാറുന്നുണ്ടാവും. അതിനനുസരിച്ച് റിയാക്ഷന്റെ റേറ്റും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് അവിടെ എഴുതേണ്ടത്. ഡിഫറെന്റ്
different reactants require different amount of energies for breaking of old bonds and for the formation of new bonds. നാലാമത്തേത് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയാക്ഷൻ റേറ്റിനെ കൂട്ടാൻ നമുക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്പീഷ്യസ് ആണ് കാറ്റലിസ്റ്റ്. പക്ഷെ അത് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി റിയാക്ഷനകത്ത് പങ്കെടുക്കത്തില്ല. അത് റിയാക്ഷനകത്ത് പങ്കെടുക്കണമെങ്കിലും ലാസ്റ്റ് റിയാക്ഷനകത്ത് എന്ത് ചെയ്യും, അത് വീണ്ടും തിരിച്ചുണ്ടായി വരും. അതിനർത്ഥം അത് റിയാക്ഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതിന്റെ സർഫസ് അത് വിട്ടുകൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെ എഴുതേണ്ടത് ഇറ്റ് ചേഞ്ചസ് the rate of reaction without being consumed in the reaction. അപ്പം ഇത്രയുമേ ഉള്ളൂ. നമ്മൾ ഇനിയും നമ്മളിപ്പോൾ ഈ ഇത്ര 4 ഫാക്ടർ പഠിച്ചില്ലേ, ഈ 4 ഫാക്ടറിൻ്റെ അകത്ത് ഓരോ ഫാക്ടറിനകത്തെയും ഫാക്ടറിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്ന റേറ്റിന്റെ പുതിയൊരു ഇക്വേഷനാണ്. അത് നമ്മൾ പറയുന്നത് ആദ്യത്തെ ഫാക്ടർ ആയിട്ടുള്ള കോൺസെൻട്രേഷന്റെ ടേമിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ കോൺസെൻട്രേഷന്റെ ടേമിൽ അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ ടേംസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയാൻ പോകണം. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഓരോ ഫാക്ടറിന്റെ ഉള്ളിലും നമുക്ക് ടെമ്പറേച്ചർ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നേച്ചർ ഓഫ് റിയാക്ടന്റ് മാറുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതേപോലെ കാറ്റലിസ്റ്റിന്റെ കാര്യം കൂടെ പഠിക്കാനുണ്ട്. അതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കൊളീഷൻ തിയറി എന്ന് പറയുന്നൊരു തിയറിയും കൂടെ ഉണ്ട്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. ഇതിനിടയിൽ 2-3 ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ എഴുതേണ്ടത്, അടുത്ത ഹെഡിങ് എഴുതേണ്ടത് റേറ്റ് ലോ എന്ന് എഴുതുക. റേറ്റ് ലോയ്ക്ക് വേറൊരു പേരൂടെ ഉണ്ട്, റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് എക്സ്പ്രഷൻ. ഇതിനെല്ലാം കോൺസെൻട്രേഷന്റെ ടേമിലാണ് പറയുന്നത്. അപ്പം ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓൺ കോൺസെൻട്രേഷന്റെ ടേമിലായിരിക്കും ഇതെല്ലാം പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ റേറ്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് അണ്ടർലൈൻ ചെയ്യുക. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ഒരു റിയാക്ഷന്റെ റേറ്റിനെ അതിന്റെ റിയാക്ടൻ അല്ലെങ്കിൽ ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ ടേമിൽ എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുക. അതായത് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ആ റിയാക്ഷന്റെ റിയാക്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷന്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആദ്യത്തെ റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതി? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസും. അത് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷന്റെ ടേമിൽ നമ്മൾ എഴുതുന്നത്. എന്നാൽ റേറ്റ് ലോ എന്ന് പറയുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ ടേമിൽ മാത്രമായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ദ റെപ്രസെന്റേഷൻ of rate of a reaction in terms of concentration of reactants with each term raised to some power. അതായത് കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ ടേമിനെ ഏതെങ്കിലും ഒരു പവർ വെച്ച് റേസ് ടു ആക്കി എഴുതുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ലോ അഥവാ റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഒരു റിയാക്ഷൻ ഞാൻ പറയാം. ഫോർ എ റിയാക്ഷൻ നിങ്ങൾ +1 പഠിച്ച ഒരു റിയാക്ഷൻ ആണ്.
AA പ്ലസ് BB gives CC പ്ലസ് DD. ഇതിനകത്ത് ക്യാപിറ്റൽ ABCD എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസ് പ്രൊഡക്റ്റീവ് ആണ്. സ്മോൾ ABCD എന്ന് പറയുമ്പോൾ ABCD എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ABCD എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ബാലൻസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റേറ്റ്, ഈ റേറ്റ് ലോ വെച്ചിട്ട് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് എ ആണ് ഒരു റിയാക്റ്റന്റ്, റേസ്ഡ് ടു സം പവർ, ഞാൻ ഇതിനെ ആ സ്മോൾ ലെറ്റർ എന്ന് എഴുതുകയാണ്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് രണ്ട് റിയാക്റ്റന്റുകളുടെ റേസ്ഡ് ടു സം പവർ, കണ്ടോ, ബി എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു എന്താണ് ബി റേസ് ടു ബി. ഓക്കെ ആണല്ലോ. വേർ കെ ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റന്റ്, വേർ കെ ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റന്റ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കൊരിക്കലും ഈ പവർ, ഈ സ്മോൾ എയും സ്മോൾ ബിയും എന്തുവാ, ഈ റിയാക്റ്റന്റിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, ഒരിക്കലും ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ ഇതിന്റെ പവർ ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ അതിന്റെ പവർ ആയിട്ട് വരുന്നത് വേറെ ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ റിയാക്ഷനെ അല്ലെങ്കിൽ ഈ റേറ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ വരണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ എയും ബിയും ആയിട്ട് നമുക്ക് സ്മോൾ എയും സ്മോൾ ബിനെയും റേസ് ടു ആക്കി എഴുതാൻ പറ്റില്ല എല്ലാ കേസിലും. ചില കേസിൽ അങ്ങനെ വരും, കാരണം ആ മോളിൽ വരുന്ന പവർ നമുക്ക് എക്സ്പെരിമെന്റലി ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. അപ്പം അതൊന്ന് മെൻഷൻ ചെയ്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് പുതുക്കി എഴുതണം. ഹിയർ the powers of concentration terms may or may not be equal to the stoichiometric coefficient. So rate law expression is corrected as നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പോവാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് എന്നും ബി റേസ് ടു വൈ എന്നും എഴുതാൻ പോവാണ്. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് എക്ക് ഈക്വൽ ആവാം, ഈക്വൽ അല്ലാതെ ഇരിക്കാം. വൈ എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആവാം, ബിക്ക് ഈക്വൽ അല്ലാതെ ഇരിക്കാം. ഈ എക്സും വൈ നമുക്ക് എക്സ്പെരിമെന്റലി ചെയ്ത് കിട്ടുന്നതാണ്. അത് കിട്ടുമ്പം ചിലപ്പോൾ അത് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുമായിട്ട് ഈക്വൽ ആകാം, ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം. അപ്പം ഇത് എഴുതുക, എക്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ, അതേപോലെ തന്നെ വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ബി. അടുത്ത ഹെഡിങ് എഴുതുക, ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയും. ഓർഡർ ഓഫ് എ റിയാക്ഷൻ, ഹെഡിങ് എഴുതുക, ഓർഡർ ഓഫ് എ റിയാക്ഷൻ, ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താന്നുള്ള കാര്യം എഴുതാം. ഇറ്റ് ഈസ് ദ സം ഓഫ്
powers of concentration of reactants in rate law expression. അതായത് റേറ്റ് ലോ എക്സ്പ്രഷനകത്തെ റിയാക്റ്റന്റിന്റെ പവേഴ്സിനെ സം ചെയ്താൽ കിട്ടുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി ആണെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എന്താണ് എ റേസ് ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു, ഒരിക്കലും സ്മോൾ എന്ന് എഴുതാൻ പറ്റത്തില്ല, എക്സ് എന്ന് എഴുതുന്നു. ബി റേസ് ടു സ്മോൾ ബി എന്ന് എഴുതാൻ പറ്റത്തില്ല, വൈ എന്ന് എഴുതുന്നു. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്റ്റന്റിന്റെ പവേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്കൊരു റിയാക്ഷൻ മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഓർഡർ അല്ലെങ്കിൽ ഓർഡർ എഴുതാൻ പറ്റും? റിയാക്ഷൻ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ എഴുതാൻ പറ്റത്തില്ല. റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നാൽ മാത്രമേ ഓർഡർ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, റിയാക്ഷന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഓർഡർ എഴുതാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, ആ റിയാക്റ്റന്റിന്റെ ആ പവർ ആയിട്ട് വരുന്നത് നമുക്ക് എക്സ്പെരിമെന്റിൽ കിട്ടുന്ന വാല്യൂ ആണ്. അതൊരിക്കലും ആ റിയാക്ഷനിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റത്തില്ല, തിയറിറ്റിക്കലായിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പം റേറ്റ് എക്സ്പ്രഷൻ തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, ഇക്വേഷൻ മാത്രം തന്നിട്ട് ഓർഡർ എഴുതാൻ തന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഓർത്തോണം, അങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെയായിരിക്കും ആ റേറ്റ് ലോ എക്സ്പ്രഷന്റെ പവർ ആയിട്ട് വരുന്നത്. അപ്പം അതിനെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെ വരില്ല. റേറ്റ് എക്സ്പ്രഷൻ തരാതെ ഒരിക്കലും ഇക്വേഷൻ മാത്രം, ഒരു റിയാക്ഷൻ മാത്രം തന്നുകൊണ്ട് ഓർഡർ എഴുതാൻ ചോദിക്കില്ല. റേറ്റ് എക്സ്പ്രഷൻ തന്നിരിക്കണം. ഓക്കെ ആണല്ലോ. അത് ഞാൻ മനസ്സിലാക്കി തരാം, കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അടുത്തൊരു ഡോട്ട് ഇട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഓർഡർ ഓഫ് റിയാക്ഷൻ can be determined only by experiment എന്നങ്ങ് എഴുതിയാൽ മതി. only by experiment. അടുത്തത് order of reaction can be 0, 1, 2 and even a fraction. ഓർഡർ 0 ആവാം, 1 ആവാം, 2 ആവാം, ഈവൻ ഫ്രാക്ഷൻ വരെ ആവാം, കുഴപ്പമില്ല. ഓർഡർ നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയോ, എക്സാമ്പിൾസ്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എഴുതുന്നത് ഇതാണ്, NH4NO2 gives N2 plus 2H2O. ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ അഭിരാമേ? അഭിരാമുണ്ടോ ഇവിടെ? ആ, ഇതിന്റെ ഓർഡർ പറയാൻ പറ്റുമോ? രണ്ടാണോ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ എഴുതാൻ പറ്റുമോ അഭിരാമേ? നമുക്ക് അത് പറ്റത്തില്ല. അപ്പം റേറ്റ് എക്സ്പ്രഷൻ തന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? റേറ്റ് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പവർ എക്സ്പെരിമെന്റിൽ ചെയ്ത് കിട്ടിയ സാധനം തന്നെ ആയിരിക്കും. അപ്പം ഇതിന്റെ റേറ്റ് എക്സ്പ്രഷൻ ആദ്യം എഴുതണം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇവിടെ റിയാക്റ്റന്റ് NH4OH ആണ്, NH4NO2. ഇത് എനിക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ ചെയ്ത് കിട്ടിയപ്പോൾ ഇതിന്റെ പവർ എനിക്ക് 1 ആണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും അഭിരാമേ? അഭിരാം പറഞ്ഞോ.
1. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത് അഭിരാം തന്നെയാണ് ഇതെല്ലാം പറയേണ്ടത്, എല്ലാവരും ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ വരികയാണ്. H2 പ്ലസ് I2 ഗിവ്സ് 2HI. എന്തായിരിക്കും ഓർഡർ? പറയാൻ പറ്റുമോ? അഭിരാമിനോടാണ്. ഒരു റിയാക്ഷൻ തന്നെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓർഡർ എഴുതാൻ പറ്റുമോ അഭിരാമേ? ഇല്ല. എന്ത് തരണം? റേറ്റ് എക്സ്പ്രഷൻ തരണം. അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇവിടെ രണ്ട് റിയാക്റ്റന്റ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ രണ്ടും എന്താണ്, എനിക്ക് രണ്ടിന്റെയും പവർ എന്താ കിട്ടിയത്? 1 ആ കിട്ടിയത്. ഇപ്പൊ ഓർഡർ എത്ര ആവിരാം? 2. ഓക്കെ. ഇനി എക്സാമ്പിൾ, മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതാൻ പോവാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ അഭിരാം തന്നെയാണ് പറയേണ്ടത്. 2NO പ്ലസ് O2 ഗിവ്സ് 2NO2. ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും അഭിരാമേ? റേറ്റ് എക്സ്പ്രഷൻ ഇല്ല, അപ്പൊ അത് തരണം. ഓക്കെ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. എനിക്കിത് ചെയ്തപ്പോഴും എനിക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? അതായത് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെയാണ് അതിന്റെ പവർ ആയിട്ട് കിട്ടിയത്. അത് ലോജിക്കലി അല്ല, എന്താ, ചുമ്മാ എടുത്ത് എഴുതാൻ പറ്റത്തില്ല, അത് എക്സ്പെരിമെന്റിൽ കിട്ടുന്നതാണ്. യാദൃശികമായിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് കിട്ടിയതും അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഈക്വൽ ആയതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? 3. 2 + 1 = 3. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ പറയണം. നോക്കിയോ, H2 പ്ലസ് Br2 gives 2HBr. ഇതിന്റെ ഓർഡർ എന്താ? ഗസ് ഉണ്ടോ? ഏതാ? റേറ്റ് എക്സ്പ്രഷൻ തരാതെ പറ്റത്തില്ല അല്ലയോ? ഞാൻ തരുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോഴോ? അപ്പൊ എന്തായിരിക്കും ഗസ്? 2 എന്നാണ് ഗസ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇപ്പൊ അഭിരാം പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കണം. കാരണം എന്താ അറിയോ, ഇവിടെ ഓർഡർ 2 അല്ല. കാരണം റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2. H2ന്റെ പവർ എനിക്ക് എക്സ്പെരിമെന്റിൽ 1 കിട്ടി, പക്ഷെ Br2ന്റെ എനിക്ക് 1/2 ആണ് കിട്ടുന്നത്. അപ്പം ഓർഡർ ഒരിക്കലും 2 വരില്ല. ഓർഡർ എന്തായിരിക്കും? ഓർഡർ 1 + 1/2 ആയിരിക്കും, അതായത് 3/2 ആയിരിക്കും ഓർഡർ. കണ്ടോ? അപ്പോൾ ഓർഡർ 0. ഇനി ഓർഡർ 1 വന്നു, ഓർഡർ 2 വന്നു, ഓർഡർ ഫ്രാക്ഷനും വന്നു. അഞ്ചാമത്തെ ഒരു എക്സാമ്പിളും കൂടെ തരാം. അതായത് 5 എക്സാമ്പിൾ. 2NH3 gives N2 പ്ലസ് 3H2. ഇതിന്റെ എന്തായിരിക്കും അഭിരാം തന്നെ? റേറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഇവിടെ റിയാക്റ്റന്റ് എന്താ? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എത്രയാ? NH3 ആണ്. എന്നാൽ ഇതിന്റെ പവർ എനിക്ക് എക്സ്പെരിമെന്റിൽ ചെയ്തപ്പോൾ എത്ര കിട്ടുന്നതെന്ന് അറിയാമോ? 0 ആണ് കിട്ടുന്നത്. നമുക്കറിയാം എനി നമ്പർ റേസ് ടു 0 എന്താ? 1 ആണ്. അതിനർത്ഥം കെ ഇൻറ്റു 1. അതായത് ഇവിടെ റേറ്റ് എന്ത് ചെയ്യുന്നില്ല? റേറ്റ് ഈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിലാ? 0 ഓർഡർ റിയാക്ഷനകത്ത്. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ച് NH3 എടുത്തിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് N2ഉം 3H2ഉം ആക്കാൻ എടുക്കുന്ന അതേ റേറ്റ് തന്നെയായിരിക്കും ഒരു പാത്രത്തിനകത്ത് ഞാൻ NH3 എടുത്തിട്ട് അതിനെ N2ഉം 3H2 ആക്കാൻ എടുക്കുന്ന ടൈം. ഒരിക്കലും ആ റേറ്റ്, അതായത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എത്ര കോൺസെൻട്രേഷനിൽ ഞാൻ NH3 എടുത്താലും അത് N2ഉം 3H2 ആയിട്ട് മാറാൻ എടുക്കുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം എന്താ? ഇവിടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോൺസെൻട്രേഷൻ ഏതെടുത്താലും റേറ്റ് സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അതും കൂടെ ഇവിടെ എഴുതണം. ഹിയർ rate does not depends on. Here rate does not
does not depends on depends on the concentration of a reactant. Reactants അല്ലല്ലോ, ഒരു reactant അല്ലല്ലോ, reactant. ഓക്കെ ആണല്ലോ. ഞാനത് ചെറുതാക്കാം, എഴുതാനുള്ളവർക്ക് എഴുതാം. അപ്പം റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, സോറി, എന്താണ് ഓർഡർ എന്ന് പറയുന്നത് 0 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് 1 വന്നു, ഫ്രാക്ഷൻ വന്നു. ഇതിന്റെ ഓർഡർ എഴുതിയില്ലല്ലോ. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓർഡർ എന്ന് പറയുന്നത് പവർ ആണല്ലേ, അപ്പോൾ 0 ആണ്, അതും കൂടെ എഴുതിയേക്കണേ. ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ, മറ്റേ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അതേപോലെ തന്നെ ഫ്രാക്ഷനിലും എന്താണ് ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനിയും അടുത്ത ഹെഡിങ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റിന്റെ കെ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കെയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഹെഡിങ് എഴുതിക്കോ, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഒരു റിയാക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർ എ റിയാക്ഷൻ എ അല്ല ആർ ഗീവ്സ് പി എന്ന് എടുക്കും, ആർ ഗീവ്സ് പി എന്ന് എടുക്കാം, റിയാക്ടന്റ് ഗീവ്സ് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു ഓർഡർ നമ്മൾ എപ്പോഴും എക്സ് പ്ലസ് വൈ ആണെന്നല്ലേ എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ കണ്ടുപിടിക്കേണ്ടത്, കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കെയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പം റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കെ കിട്ടും. ഇനി എന്ത് ചെയ്യാം, റേറ്റിന്റെ എന്താണ് യൂണിറ്റ് അറിയാം, മോൾസ് പെർ ലിറ്റർ ആണ്. റിയാക്ടന്റ് അല്ല, റേറ്റിൻ്റെത് എന്താണ് മോൾ ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 അല്ലെ മിനിറ്റ് റേസ് ടു -1 അങ്ങനെ നമ്മൾ എഴുതിയ അല്ലേ. അതേപോലെ തന്നെ ഈ താഴത്തെ കോൺസെൻട്രേഷന്റെ മോൾസ് പെർ ലിറ്റർ ആണ്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇതൊന്നും കണ്ടുപിടിക്കാതെ ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞുതരാം. ആ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 0 ഓർഡർ ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു മാർക്കിന് ഒരു ചോദ്യം എല്ലാ വർഷവും ഉണ്ട്. അത് ചിലപ്പോൾ 0 ഓർഡറിന്റെ ആവാം, അല്ലെ ഫസ്റ്റ് ഓർഡറിന്റെ ആവാം, സെക്കൻഡ് ഓർഡർ, അത് അങ്ങനെ എന്ത് വേണേ. ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല. ജനറൽ ഇക്വേഷൻ അത് മാത്രം പഠിച്ചാൽ മതി. ജനറൽ ഇക്വേഷൻ for the unit of rate constant. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും, ഇതാണ് കാണാൻ പഠിക്കുക. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1. നമുക്ക് നോക്കാം. ഇഫ് അല്ലെ ഫോർ 0 ഓർഡർ റിയാക്ഷൻ, ഫോർ 0 ഓർഡർ റിയാക്ഷൻ അപ്പൊ n എന്തായിട്ട് എടുക്കുക, n 0 ആയിട്ട് എടുക്കുക.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്താവും? മോൾ, അത് ഒറ്റ ലൈനിൽ തന്നെ വേണമെങ്കിൽ എഴുതാം, n ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് കെ എന്തായിട്ട് എഴുതാം? നോക്കിയോ, മോൾ റേസ് ടു 1 മൈനസ് 0, ലിറ്റർ റേസ് ടു 0 മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ് ഇതാണ്. ഇനി ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ n എത്ര? 1 ആണ്. അപ്പം യൂണിറ്റ് ഓഫ് കെ എങ്ങനെയാ? മോൾ റേസ് ടു 1 മൈനസ് 1, ലിറ്റർ റേസ് ടു 1 മൈനസ് 1, അതേപോലെ തന്നെ സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ നമുക്കറിയാം മോൾ റേസ് ടു 1 മൈനസ് 1 0 ആണ്. മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, സെക്കൻഡ് റേസ് ടു 1. എനി നമ്പർ റേസ് ടു 0 1 ആണ്. ഇത് രണ്ടും 1 ആയിപ്പോയി. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു 1 ആണ്. ഇനി ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, എങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്ത് വരും? യൂണിറ്റ് ഓഫ് കെ നമുക്കറിയാം മോൾ റേസ് ടു എന്തെന്ന് വരും? n മൈനസ് 1 മൈനസ് എന്നല്ലേ, 1 മൈനസ് 2, ലിറ്റർ റേസ് ടു 2 മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ എന്ത് വരും? മോൾ റേസ് ടു മൈനസ് 1, ലിറ്റർ റേസ് ടു 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഇതായിരിക്കും സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ N2 ആണ്. N2. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, മോളിക്കുലാരിറ്റി. അടുത്ത ഹെഡിങ് എഴുതിക്കോ, മോളിക്കുലാരിറ്റി. Molecularity of a reaction. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് പഠിക്കും ഒരു റിയാക്ഷൻ നടക്കുന്നത് കൊളീഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പല ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഞാൻ 100 മോളിക്യൂൾ H2 എടുക്കുന്നു, 100 മോളിക്യൂൾ O2 എടുക്കുന്നു. അപ്പം 100 മോളിക്യൂൾ H2, 100 മോളിക്യൂൾ O2 എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 100 മോളിക്യൂൾ H2O തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ചിലപ്പോൾ അതിനകത്തെ 20 മോളിക്യൂൾസ് 20 H2O മോളിക്യൂളും 20 O2 മോളിക്യൂളും തമ്മിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം 20 H2O മോളിക്യൂൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവണമെന്നുള്ളൂ. ബാക്കി ഉള്ള 80 H2ഉം O2ഉം എന്തായിട്ട് കിടക്കും? അതിനകത്ത് ആ H2 ആയിട്ട് O2 ആയിട്ട് തന്നെ കിടക്കും. അപ്പം കൃത്യമായിട്ട് ഇടിച്ചാൽ മാത്രമേ മോളിക്യൂൾസിന് അല്ലെങ്കിൽ റിയാക്ഷൻ സംഭവിക്കൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടിക്കുന്ന നമ്പർ ഓഫ് സ്പീഷ്യസിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതേണ്ടത്, ദ നമ്പർ ഓഫ് റിയാക്ടിങ് species that must collide with each other
with each other simultaneously so as to result into a chemical reaction ഇവിടെയും for a reaction AA plus BB gives CC plus DD. Molecularity is equal to A plus B ആയിരിക്കും. നേരത്തെ നമുക്ക് ഒരിക്കലും A plus B എന്ന് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. ഏതിന്? ഓർഡറിന്. കാരണം എന്താ? ഓർഡർ നമുക്ക് കിട്ടുന്നത് എക്സ്പെരിമെന്റ് ത്രൂ ആണ് കിട്ടുന്നത്. എക്സ്പെരിമെന്റ് ത്രൂ നമുക്കൊരു റേറ്റ് ലോ എക്സ്പ്രഷൻ ഉണ്ട്. അതിന്റെ പവർ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് വഴി ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂനെ സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഓർഡർ കിട്ടുന്നതെങ്കിൽ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടോ ആ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. ഇപ്പം 2 എയും ഒരു ബിയും ഉണ്ടെങ്കിൽ 2 എയും ഒരു ബിയും തമ്മിൽ ഇടിച്ചു എന്നർത്ഥം. എന്നിട്ടാണ് സിയും ഡിയും ഉണ്ടാകുന്നത്. അപ്പൊ മൊത്തം അവിടെ 3 കൊളീഷൻ, അതായത് മൂന്ന് മോളിക്യൂൾസ് ആണ് ഇടിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മോളിക്കുലാരിറ്റി 3. അപ്പം അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ തന്നെയാണ് സം ചെയ്തിട്ട് നമ്മൾ അതിന്റെ മോളിക്കുലാരിറ്റി ആയിട്ട് എഴുതുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതാണ് ഓർഡറും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് ഓരോ ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഹിയർ molecularity is the sum of stoichiometric coefficients of reactants. അടുത്തത് ഇറ്റ് മേ, അത് അതിന്റെ ഓർഡറിന് ഈക്വൽ ആവാം അല്ലെങ്കിൽ അല്ലാതെ ആവാം. ശരിയല്ലേ? ഓർഡർ ചിലപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് H2 പ്ലസ് I2 ചെയ്തപ്പോൾ 2HI കിട്ടിയപ്പോൾ അതിന്റെ ഓർഡറും 2 തന്നെയായിരുന്നു, മോളിക്കുലാരിറ്റി 2 തന്നെ ആയിരിക്കും. അല്ല 2 തന്നെയാണ്, 2 തന്നെ ആയിരിക്കും അല്ല 2 തന്നെയാണ്. മോളിക്കുലാരിറ്റി ഓർഡർ ആണെങ്കിൽ ചില കേസിലൊക്കെ ഈക്വൽ ആയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി equal to the order. അതേപോലെ തന്നെ molecularity is the theoretical value. It is a theoretical value. It is a theoretical value. അത്ര മതി. ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിളും കൂടെ എഴുതാം. ഓക്കെ. എക്സാമ്പിൾസ് എന്ന് എഴുതിക്കോ. അനീറ്റ ഉണ്ടോ ഇവിടെ? അനീറ്റ കേൾക്കാമോ? അനീറ്റ ഉണ്ടോ ഇവിടെ? കയറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ ആരോ നമുക്ക് ഒന്ന് വൈഷ്ണവി കേൾക്കാമോ? വൈഷ്ണവി കേൾക്കാമോ? വൈഷ്ണവി. ഓക്കെ. അപ്പൊ വൈഷ്ണവിയോടാണ് ഈ നമ്മൾ നേരത്തെ അഭിരാമിനോട് ചോദിച്ച പോലെ തന്നെ ഇതിന്റെ 2-3 ക്വസ്റ്റ്യൻസ് വൈഷ്ണവിയോടാണ് ചോദിക്കുന്നത്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഒന്നാമത്തെ എക്സാമ്പിൾ NH4NO2 gives N2 plus 2H2O. ഇതിന്റെ മോളിക്കുലാരിറ്റി എത്രയാ? 1. മോളിക്കുലാരിറ്റി ഒരു മോളിക്കൂളാണ്. അപ്പോൾ ഒരു മോളിക്കൂളാണ് തമ്മിൽ ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അപ്പം ഇതിന്റെ മോളിക്കുലാരിറ്റി 1 ആണ്.
അതിനെ നമ്മൾ യൂണിമോളിക്കുലാർ എന്ന് പറയും. യൂണിമോളിക്കുലാർ എന്ന് പറയും. അടുത്തത് വൈഷ്ണവിയോട് തന്നെയാണ്. 2HI gives H2 പ്ലസ് I2. ഇതിന്റെ മോളിക്കുലാരിറ്റി എന്താകും? 2. അത് 2 ആണ്. കാരണം ഇതിന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. അതുകൊണ്ട് തന്നെ ബൈമോളിക്കുലാർ എന്നാണ് ഈ റിയാക്ഷനെ പറയുക. അടുത്തത് മൂന്നാമത്തേത് 2NO പ്ലസ് O2 gives 2NO2. മോളിക്കുലാരിറ്റി എന്താകും? 3. അപ്പം ഇത് ട്രൈമോളിക്കുലാർ എന്ന് പറയും. അടുത്തൊരു എക്സാമ്പിള് KClO3 പ്ലസ് 6FeSO4 പ്ലസ് 3H2SO4 gives KCl പ്ലസ് 3Fe2SO4 ത്രൈസ് പ്ലസ് 3H2O. ഇതിന്റെ മോളിക്കുലാരിറ്റി എന്താകും? 10. മോളിക്കുലാരിറ്റി 10 ആണെന്നാണ് എല്ലാവരുടെയും ഇതല്ലേ. നമ്മളിതൊരു പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 10 എന്നായിരിക്കും പറയുന്നത്. എങ്കിൽ ഇത് തെറ്റാണ്. മോളിക്കുലാരിറ്റി ഒരിക്കലും 3ൽ കൂടില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്രയും സ്പീഷീസ് ഉണ്ടല്ലോ, ഇത്രയും കൊളൈഡ് ചെയ്യത്തില്ലേ? ഇവർ കൊളൈഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരുമിച്ചല്ല കൊളൈഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാനതിന്റെ ബാക്കിയുള്ളത് പറഞ്ഞു തരാമേ. ഞാൻ തൽക്കാലം ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. A പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ചേർന്ന് കഴിഞ്ഞാൽ ABCD കിട്ടും എന്നങ്ങ് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ മോളിക്കുലാരിറ്റി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 4 ആയിരിക്കും. എന്നാൽ അല്ല. കാരണം എന്താ അറിയോ? A പ്ലസ് ബി ചേർന്നിട്ട് ആദ്യം AB ഉണ്ടാവും. എന്നിട്ട് AB പിന്നെ സിയുമായിട്ട് ചേർന്നിട്ട് ABC ഉണ്ടാവും. ABC പിന്നെ ഡിയുമായിട്ട് ചേർന്നിട്ടാണ് ABCD ഉണ്ടാവുന്നത്. അതായത് ഒരു റിയാക്ഷൻ കുറെ കോംപ്ലക്സ് റിയാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു സിംഗിൾ സ്റ്റെപ്പിലല്ല നടക്കുന്നത്, കുറെ എലമെന്ററി റിയാക്ഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പല സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയാണ് എലിമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് കോംപ്ലക്സ് റിയാക്ഷനാണ്. കോംപ്ലക്സ് റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കോംപ്ലക്സ് റിയാക്ഷന്റെ എന്താണ് ഓർഡറും കണ്ടുപിടിക്കാൻ പറ്റും, റിയാക്ഷന്റെ റേറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാമോ? എപ്പോഴും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാം, പക്ഷെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും സ്റ്റെപ്പ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏത് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നടക്കുന്ന റിയാക്ഷനകത്ത് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് അതിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പായിട്ട് എടുക്കുക. അതായത് ഒരു റിയാക്ഷൻ പതുക്കെ നടന്നാലല്ലേ ആ റിയാക്ഷനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പൊ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് അതിന്റെ ഓർഡർ ആയിരിക്കും നമ്മൾ പറയുക, അതിന്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും നമ്മൾ പറയുക, അതിന്റെ റേറ്റ് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എല്ലാ എലിമെന്ററി 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 10 സ്റ്റെപ്പിന്റെ എഴുതേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ അങ്ങനെ കോംപ്ലക്സ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതുക. അതിനൊരു എക്സാമ്പിൾ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സ്കൂളില് 4 അത്ലീറ്റ് ഉണ്ട്. അതായത് ഓട്ടക്കാരാന്ന് വിചാരിച്ചു. അതിൽ 3 പേര് പ്ലസ് 1 അതായത് 3 പേര് പ്ലസ് 2 ആൾക്കാരാണ്. അവര് ഓൾറെഡി ഡിസ്ട്രിക്റ്റ് ഒക്കെ കളിക്കുന്നതും എല്ലാ ദിവസവും പ്രാക്ടീസ് എടുക്കുന്ന ആളാണ്. അപ്പൊ 3 പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് എടുക്കുന്നത്. പിന്നെ ഓടുന്നത്, ഇപ്പൊ ഞാൻ പ്ലസ് 1 അവിടെ അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കും. മർത്തോമ സ്കൂൾ തന്നെ ആയിക്കോട്ടെ. പ്ലസ് 1 ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ഓട്ടക്കാരനാണ്, പക്ഷെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ഒന്നും അല്ല. ഞാൻ നമ്മുടെ കണ്ടത്തിലൊക്കെ ഓടും, ഇവിടെ അത്യാവശ്യമൊക്കെ നമ്മുടെ ചെറിയ മത്സരങ്ങൾക്കൊക്കെ പോകുന്നുള്ളതല്ലാതെ ട്രെയിനിങ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല, ദിവസം പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷെ വേറെ ഓട്ടക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുള്ളതുകൊണ്ടും ടീമിൽ എന്നെയും കൂടെ സെലക്ട് ചെയ്തു. അങ്ങനെ 4 പേരായി. അതായത് റിലേ ഓടുവാണെങ്കിൽ അവിടെ അത് തോക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാ. കാരണം എന്താണെന്നറിയോ? അല്ല, നമ്മുടെ ടീം തോക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാ. കാരണം മറ്റവര് 3 പേരും എന്തായാലും നല്ലതായിട്ട് ഓടും. പിന്നെയും എനിക്ക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാനായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ സ്ലോ ആയിട്ട് ഓടാൻ സാധ്യതയുള്ളത്. അപ്പം സ്ലോവസ്റ്റ് ആയിട്ട് ഓടുന്ന ആളാരാണ്, അവനാണ് അവിടുത്തെ ജയവും തോൽവിയും എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ശരിയല്ലേ? ഞാൻ നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. ഞാൻ പെതുക്കെയാണ് ഓടുന്നത്, അല്ലെങ്കിൽ എനിക്ക് ട്രെയിനിങ് കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ആ പ്രൊഫഷണലിസത്തിനുള്ള ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ജയിക്കില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ്
അത് ഇവിടെ അതേപോലെ തന്നെ, അതായത് സ്ലോവസ്റ്റ് ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞത്. ഞാൻ എല്ലാ വർഷവും ഇത് തന്നെ പറയാറുണ്ട്, അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ മോളിക്കുലാരിറ്റി എന്താണ്, വിൽ നോട്ട് ബി ഈക്വൽ ടു 10. ഇവിടെ എഴുതുക, അതിന്റെ താഴോട്ട് എഴുതുക, മോളിക്കുലാരിറ്റി വിൽ നോട്ട് ഈസ് നോട്ട് അല്ല, വിൽ നോട്ട് അല്ല, ഈസ് നോട്ട് not 10 because this is a complex this is a complex reaction and takes place in different steps. And the slowest step will determine rate. Hence order and molecularity. ഒരു എക്സാമ്പിൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതൊന്ന് നമുക്കൊന്ന് എഴുതിയിട്ട് ക്ലാസ് നിർത്താം. നോക്കിക്കോളൂ. കൺസിഡർ എ റിയാക്ഷൻ 2H2O2 gives I minus. അതായത് മണ്ടയ്ക്ക് I മൈനസ് കാറ്റലിസ്റ്റ് ആണ്, കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നമ്മളിത് നടത്തുന്നത്. അപ്പം ഇതൊരു ആൽക്കലൈൻ മീഡിയത്തിലാണ് നടത്തുന്നത്. അപ്പം അവിടെ എന്താ ഉണ്ടാകുന്നത്, H2O 2H2O പ്ലസ് O2. ഇത് ശരിക്കും പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലല്ല നടക്കുന്നത്, ഇത് 2 സ്റ്റെപ്പിലാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും മിനിമം 2 സ്റ്റെപ്പിലായിരിക്കും നടക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി റിയാക്ഷൻസ് എല്ലാം അറ്റ്ലീസ്റ്റ് 2 സ്റ്റെപ്പ് കാണും, 2 മുതൽ മുകളിലോട്ട് കാണും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് ഇത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തൊക്കെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ടാണ് ഓവറോൾ റിയാക്ഷൻ എഴുതുന്നത്. അതേപോലെ തന്നെ. ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു H2O2 മോളിക്യൂള് ഈ ആഡ് ചെയ്ത കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു H2O മോളിക്യൂളും IO മൈനസ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റും ഉണ്ടാവും. രണ്ടാമത്തെ സ്റ്റെപ്പില് ആ ബാക്കിയുള്ള ഒരു H2O2 മോളിക്യൂള്, 2 H2O2 ഉണ്ട്, അത് ആ ഇന്റർമീഡിയറ്റുമായിട്ട് IO മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2O ഉണ്ടാവും, പ്ലസ് ആ റിയാക്ഷനിൽ പങ്കെടുത്ത I മൈനസിനെ ഇവിടെ റിലീസ് ചെയ്യും. അതിനർത്ഥം അത് റിയാക്ഷനിൽ ആക്ച്വലി പങ്കെടുത്തിട്ടില്ല, സർഫസ് പ്രൊവൈഡ് ചെയ്തിട്ടേ ഉള്ളത്. അപ്പൊ ഇവിടെ ഇതാണ് സ്ലോ സ്റ്റെപ്പ്, ഇത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം റേറ്റും ഒക്കെ എഴുതുന്നത് ഈ സ്റ്റെപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിപ്പിച്ച റേറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതുന്ന റേറ്റ്, R ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് D കോൺസെൻട്രേഷൻ ഓഫ് എന്താ H2O2 ഡിവൈഡ് ബൈ എന്താ dt, വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു, ഒരിക്കലും നമുക്ക് നെഗറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് I മൈനസ് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ, അത് ഒരു കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ റേറ്റ് അതിന്റെ റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആദ്യത്തെ കേസിൽ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇതിന്റെ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റേറ്റ് ലോ എഴുതുന്ന സമയത്ത് അതിന്റെ കോൺസെൻട്രേഷൻ കാണിക്കണം. റേറ്റ് ലോ വഴി റേറ്റിന്റെ ഇക്വേഷൻ എഴുതില്ല. എങ്ങനെ, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 റേസ് ടു 1 ഇൻറ്റു I മൈനസ് റേസ് ടു 1. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ എന്ന് പറഞ്ഞാൽ 1 + 1 = 2 ആയിരിക്കും. മോളിക്കുലാരിറ്റിയും 2 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ എടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാ റേറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ആ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ വഴി ഒരു 3 ഡിഫറൻസേ ഉള്ളൂ. അത് കൂടെ എഴുതിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതുകൂടെ ഒന്ന് എഴുതിക്കോ.
difference between molecularity and order. Difference between molecularity and order. അതിനകത്ത് ആദ്യത്തേത് ആ ഡെഫിനിഷൻ തന്നെയാണ് എഴുതേണ്ടത്. ആദ്യത്തേത് ആ ഡെഫിനിഷൻ തന്നെയാണ് എഴുതേണ്ടത്. ഒന്ന് മോളിക്കുലാരിറ്റി, ഒന്ന് ഓർഡർ. ഡെഫിനിഷൻ തന്നെ എഴുതുക. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് it is defined as the number of reacting species that must collide simultaneously with each other so as to result into, നിങ്ങൾ അത് തന്നെ എഴുതിയാൽ മതി, result into a chemical reaction. അതേപോലെ ഓർഡറിന്റെ ഡെഫിനിഷനും എഴുതുക. അതും തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? it is the sum of powers of concentration of reactants in rate law expression. പിന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ വാല്യൂ. It is an experimental value. അതേപോലെ മൂന്നാമത്തെ molecularity, it is always a whole number, but cannot be zero or even fraction. പക്ഷെ ഇപ്പുറത്തോ it can be 0, 1, 2 and even fraction. ഇനി ഒരു ഡിഫറൻസ് കൂടെ വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് derived from the rate determining step. ഇത് it is derived from rate expression. ഇത്രയുമേ ഉള്ളൂ. ഈ ചാപ്റ്ററിന്റെ പകുതി തീർന്നു. ഇനിയിപ്പോ സ്യൂഡോ കുറച്ചേ ഉള്ളൂ. പകുതി തീർന്നു. കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞവർക്ക്